അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പരിധിയിലെ പഴയ കടപ്പുറത്ത് ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഔഫ് അബ്ദുറഹിമാന്റെ അനുസ്മരണ സമ്മേളനവും അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനവും AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയുണ്ടായി. അത്യന്തം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ അവിടെ നടന്ന ആ പരിപാടി ആഭാസകരമായി മാറിപ്പോയി എന്നുള്ളതാണ് നമ്മെയൊക്കെ ദുഃഖിപ്പിക്കുന്നത്. കാരണം ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ ആ കുടുംബത്തിന് ക്ഷമാശ്വാസം നൽകുക, ദുഃഖത്തിൽ പങ്കുചേരുക, അവരുടെ ഭാവി ഭാസുരമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നടത്തപ്പെട്ട പരിപാടി ഒരു രാഷ്ട്രീയ പാർട്ടിയെ കടന്നാക്രമിക്കുന്നതിനും പച്ച നുണകൾ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വേദിയായി മാറി എന്നുള്ളതാണ് നമ്മെയൊക്കെ ദുഃഖിപ്പിക്കുന്നത്. ഇവിടെ പ്രസംഗിച്ച കൂറ്റമ്പാറ എന്ന് പറയുന്ന പണ്ഡിത വേഷധാരി പറഞ്ഞത് ഇസ്ലാമിക പണ്ഡിതന്മാർക്കും സൂഫിയാക്കൾക്കും ഔലിയാക്കൾക്കും സയ്യിദന്മാർക്കും ഏറ്റവും വലിയ ശത്രുക്കൾ കേരളത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി മാത്രമാണ്. അവരാണ് ഈ പറയുന്ന അള്ളാഹുവിന്റെ പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും സയ്യിദന്മാരെയും ഒക്കെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഈ ഒരു വിവരം കിട്ടി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം അദ്ദേഹം പച്ച നുണകളായി പറഞ്ഞത് ഉഹദ് യുദ്ധത്തിൽ 12 SSFകാർ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പൊ രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ട് പച്ച നുണകൾ തട്ടിവിട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് എതിരാണ് എന്ന് പറ്റിത്തീർക്കാൻ വേണ്ടി അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കുറച്ച് ചരിത്രങ്ങളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. 1934 സത്താർ സേഠിനെ കേരളത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നണി പോരാളിയായി നിന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അതേപോലെ തന്നെ 1977 നടന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ പ്രാർത്ഥന നടത്തിയത് സൂഫി വര്യനായിട്ടുള്ള ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരായിരുന്നു. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സൂഫി വര്യനും അതോടൊപ്പം തന്നെ ത്വരീഖത്തിന്റെ അധിപനുമൊക്കെയായിട്ടുള്ള സയ്യദ് ബാഫഖി തങ്ങളും PMSA പൂക്കോയ തങ്ങളും പാണക്കാട് സയ്യിദന്മാരും അതോടൊപ്പം തന്നെ മറ്റ് ഒട്ടനവധി സാദാത്യങ്ങളും ഒക്കെ തന്നെയാണ്. KT മാനു മുസ്ലിയാരും KC ജലാലുദ്ദീൻ മുസ്ലിയാരും ഈ പ്രസ്ഥാനത്തിന്റെ പതാകയേന്തിയ പണ്ഡിതന്മാരായിരുന്നു. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്നും നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഒരു വലിയായ അത്തിപ്പറ്റ ഉസ്താദ് പറയുകയുണ്ടായി. ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ കമ്മിറ്റി യോഗം പോലും ചേരുകയുണ്ടായി. ആ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചതാവട്ടെ ഇന്നലെ കുരച്ചു ചാടിയ കൂറ്റമ്പാറ എന്ന് പറയുന്ന പണ്ഡിത വേഷധാരിയുടെ സംഘടനയുടെ അന്നത്തെ പ്രസിഡന്റായിട്ടുള്ള ഉള്ളാളം സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളായിരുന്നു. അതേപോലെ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ഈ കൂറ്റമ്പാറയോട് ചോദിക്കുവാനുള്ളത്, മുസ്ലിം ലീഗിനെ 2011 20 സീറ്റ് കിട്ടി വിജയിച്ചപ്പോ അതിൽ 17 സീറ്റ് ഞങ്ങൾ വോട്ട് ചെയ്താണ് വിജയിപ്പിച്ചത് എന്നുള്ളത് കൂറ്റമ്പാറയുടെ നേതാവായിട്ടുള്ള AP അബൂബക്കർ മൗലവിയാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അന്ന് ഈ പറയുന്ന സമസ്തയുടെ ശത്രുക്കളായിട്ടുള്ള മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്? മറുപടി പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ 4.5 വർഷമായി പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ഒരു അധ്യാപകർക്കും അതല്ലെങ്കിൽ ഉസ്താദുമാർക്കും മുത്താലിമീങ്ങൾക്കും എവിടെയും അടികൊണ്ടിട്ടില്ല, തല്ലുകൊള്ളേണ്ടി വന്നിട്ടില്ല, മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായിയെ വാനോളം പുകഴ്ത്തുന്നതായിട്ട് കണ്ടു. പക്ഷേ ചരിത്രം അറിയാത്ത ഈ പണ്ഡിത വേഷധാരിയോട് വളരെ ചുരുങ്ങിയ കാര്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാസർഗോഡ് കുണ്ടാറിൽ വെച്ച് ഒരു മൗലവിയെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച RSS പ്രവർത്തകന്മാർക്ക് DYFIയുടെ മെമ്പർഷിപ്പ് കൊടുത്ത് അവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പിണറായിയുടെ CPM തന്നെയായിരുന്നു. റിയാസ് മൗലവിയെയും കൊടിഞ്ഞി ഫൈസലിനെയും വധിച്ചവർ RSSകാരായതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വകുപ്പുകൾ നിസ്സാരവൽക്കരിച്ചത് ഈ പറഞ്ഞ പിണറായിയുടെ പോലീസും പിണറായിയും തന്നെയായിരുന്നു. അതേപോലെ കേന്ദ്രത്തിൽ സംവരണം നടപ്പിൽ വരുത്തും എന്ന് മോഡി പറഞ്ഞപ്പോ തന്നെ ഇവിടെ സവർണ സംവരണം നടപ്പിൽ വരുത്തിയതും ഈ മൗലവിയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള പിണറായി സർക്കാരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പാലത്തായി പീഡനത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ സംഘപരിവാരത്തിന്റെ നേതാവായിട്ടുള്ള അധ്യാപകൻ പീഡിപ്പിച്ചപ്പോ ആ അധ്യാപകനെ രക്ഷപ്പെടുത്തിയതും 4.5 കൊല്ലമായി അധ്യാപകരെ തല്ലാത്ത പിണറായിയുടെ പോലീസും പിണറായിയും തന്നെയായിരുന്നു. അതേപോലെ തന്നെ SKSSFന്റെ പതാക പോലും ഉയർത്തുവാൻ വേണ്ടി പൗരസ്വാതന്ത്ര്യം നിഷേധിച്ചതും 4.5 കൊല്ലമായി നല്ല ഭരണം നടത്തുന്നു എന്ന്
കൂറ്റമ്പാറ പറഞ്ഞ പിണറായി സർക്കാരും പിണറായിയുടെ പാർട്ടിയുമായിരുന്നു എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പിണറായി എത്രമാത്രം മുസ്ലിങ്ങൾക്ക് നന്നായി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി എത്രമാത്രം അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നൊക്കെ ഈ പണ്ഡിത വേഷധാരി ചരിത്രത്തിന്റെ താളുകൾ നോക്കി വായിച്ചു പഠിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു. ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനത, സമാധാനം പറഞ്ഞു കൊടുക്കേണ്ട ഒരു പണ്ഡിതൻ, സമാധാനത്തിൽ മാത്രം ഊന്നി നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പ്രസ്ഥാനം, അതിനെയൊക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ട് എരിതീയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് വീണ്ടും കത്തിയും കോടാലിയും കഠാരയും എടുക്കുന്നതിന് വേണ്ടി തന്റെ ശബ്ദം വിനിയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ പണ്ഡിത വേഷധാരി ഒരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലുള്ള പ്രത്യേകിച്ച് കാസർഗോഡുള്ള ഒരുപാട് സുന്നി സ്ഥാപനങ്ങളുടെ മേലധികാരികളായിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ അധികാരത്തിൽ അവരോധിതരായിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ആണ് എന്നുള്ളത് കൂടി തിരിച്ചറിയുമ്പോൾ ഇത്തരം ഈ കപലപ്രസംഗം നടത്തിയത് എത്രമാത്രം ആഭാസകരമായിരുന്നു എന്നുള്ളത് ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.